Hello dear students, welcome back to Viju Ally 2.0 +2 അക്കൗണ്ടൻസിയിലെ ഓണം എക്സാമിനോടനുബന്ധിച്ച് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഇന്ന് മുതൽ. ഓരോ ദിവസവും നമുക്ക് വീഡിയോസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. +1 ആൻഡ് +2 സ്റ്റുഡൻസിൻ്റെ അക്കൗണ്ടൻസി, എക്കണോമിക്സ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ ഓറിയൻറ്റേഷൻ ചെയ്തിട്ടായിരിക്കും, എക്സാം ഓറിയൻറ്റേഷൻ ചെയ്തിട്ടായിരിക്കുള്ള ക്ലാസ്സുകളായിരിക്കും. ദെൻ ഓരോ വീഡിയോസും ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലുള്ളതേ നമ്മൾ മാക്സിമം ആക്കുള്ളൂ. കാരണം നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം നിങ്ങൾക്ക് വെർത്തായിരിക്കണം ആ ഒരു ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് +2 അക്കൗണ്ടൻസിയിലെ ഓണം എക്സാം സ്പെഷ്യലായിട്ട് ഏതൊക്കെ പഠിക്കണം. ഇതുവരെ ഒന്നും അറിയില്ല, അതായത് ഏതൊക്കെ പഠിക്കണം എന്നറിയില്ല, എത്ര മാർക്കിന് ചോദിക്കും എന്നറിയില്ല, ഏതാണ് ഇമ്പോർട്ടൻസ് എന്നറിയില്ല. പോർഷൻസിൻ്റെ വീഡിയോ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ട് എങ്കിൽ ചാനലിൽ പോയിട്ട് കാണാം, നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ പാഠത്തിൽ നിന്നും നിങ്ങൾ എത്ര മാർക്കിൻ്റെ ഏതൊക്കെ തിയറീസ്, ഏതൊക്കെ പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. AFS കുട്ടികൾക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിൻ്റെയും 2 പാഠങ്ങൾ നമ്മളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നും ഓരോ പ്രോബ്ലം വൈസ് നമ്മൾ ഇനി ഓരോരോ വീഡിയോസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ളൊരു 2 ആഴ്ച നിങ്ങൾക്ക് ഇതേപോലെ വലിയ തിരക്കിട്ടിട്ട് പഠിക്കാതെ മാക്സിമം ടൈം എടുത്ത് നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് പഠിക്കാം, ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെയാണ് അക്കൗണ്ടൻസിയിലെ ഏറ്റവും മെയിൻ എന്നുള്ളത്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് പാർട്ട് 1 സെക്ഷനിൽ നിന്നാണ്. അതായത് +2ൽ നിങ്ങൾക്ക് 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ് നമുക്കുള്ളത്. കമ്പ്യൂട്ടറൈസ്ഡ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ കുട്ടികളും, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, ദെൻ AFS അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ 2 സെറ്റ് ഓഫ് സ്റ്റുഡൻസ് നമുക്കുണ്ട്. ഇതിൽ 2 കുട്ടികളും പഠിക്കേണ്ട ഫസ്റ്റ് പാർട്ടിലെ ടെക്സ്റ്റ് ബുക്കാണ് ആദ്യത്തേത്. അതായത് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. പാർട്ട് 8 ഇത് നിങ്ങൾ 2 സെക്ഷനും പഠിക്കേണ്ടതാണ്. 2 പാഠമാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ളത്. ചാപ്റ്റർ 1 ആൻഡ് ചാപ്റ്റർ 2. ചാപ്റ്റർ 2 കുറേ കുട്ടികൾക്ക് കംപ്ലീറ്റ് ഉണ്ട്, കുറച്ച് പേർക്ക് കംപ്ലീറ്റ് ഇല്ല, പകുതി പോർഷനേ ഉള്ളൂ. ടീച്ചേഴ്സ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എത്ര എടുത്തിട്ടുണ്ടോ അത്രയാണ് ഉണ്ടാവുക. അപ്പോൾ ചാപ്റ്റർ 1 എല്ലാവർക്കും കോമൺലി എല്ലാ സ്ഥലത്തും നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവാം. അതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് മിസ് ചെയ്തിരിക്കുന്നത്. ചാപ്റ്റർ 1 അക്കൗണ്ടിങ് ഫോർ ബേസിക് കൺസെപ്റ്റ്. ഇതിലെ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് മാക്സിമം ഒരു 8 മുതൽ 10 മാർക്ക് വരെയാണ് നമുക്ക് വെയിറ്റേജ്. പക്ഷെ ഈ വെയിറ്റേജ് നമുക്ക് ഫൈനൽ എക്സാമിൻ്റെ ആ ഒരു മുൻനിർത്തിയിട്ടാണ് ഈ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഫൈനൽ എക്സാമിന് 4 പാഠത്തിൽ നിന്ന് ഈ പാഠത്തിൽ നിന്ന് 8 മാർക്ക് മുതൽ 10 മാർക്ക് വരെ ചോദിക്കാം. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് എന്താണ്? ഓണപരീക്ഷയ്ക്ക് നമുക്ക് മാക്സിമം 4 പാഠങ്ങളേ ഉള്ളൂ അല്ലേ. അപ്പോൾ എങ്ങനെയും നമുക്ക് 60-ലുള്ള എക്സാം ഉണ്ട്, 80-ലുള്ളതുണ്ട്. നമുക്കൊരു 10 മാർക്കിൻ്റെ മുകളിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം മിസ് ചെയ്തിരിക്കുന്നത് കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട്ണർഷിപ്പ് എന്താണ്, ഫീച്ചേഴ്സ് എന്താണ്, 4 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. റൂൾസ് ഇൻ ആബ്സെൻസ് ഓഫ് ഡീഡ്. ഇത് നമുക്ക് പല ടൈപ്പാണ് ചോദിക്കുക. നമുക്കൊരു 5 കാറ്റഗറി ഉണ്ട്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ കുറച്ച് 4-5 കാറ്റഗറി. പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യാം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണോ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കണോ, സാലറി അതായത് റെമ്യൂണറേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ്. അത് നമുക്ക് 1 മാർക്കായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു 3 മാർക്കിനോളം നമുക്ക് 1 മാർക്കിലേക്ക് പോവാം. അതല്ല എങ്കിൽ എല്ലാം കൂടിയിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ നമുക്ക് ചോദിക്കാം. ദെൻ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, കണ്ടന്റ് എന്താണ്, 3 മാർക്കിന് ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമുക്കിത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, അതായത് ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, ഫൈനൽ എക്സാം, മോഡൽ എക്സാമിലെല്ലാം കാണുന്നതാണ്. ഫിക്സ്ഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ 2 പേരുടെയും ഡിഫറൻസസ് നമുക്കത് ചോദിക്കുന്നത് 4 മാർക്ക് മുതൽ 5 മാർക്ക് വരെയാണ്. ചിലപ്പോൾ 5 മാർക്കിന് ചോദിച്ചാൽ 5 ഡിഫറൻസ് വേണം, 4 മാർക്കിന് ചോദിച്ചാൽ 4 ഡിഫറൻസ് വേണം. ഈ 4 തിയറി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടിയിട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലെ വേറൊരു കാര്യങ്ങളും, AFS കുട്ടികൾക്ക് 4 മാർക്കിന് ചോദിച്ചത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികൾക്ക് 3 മാർക്കിനാണ് ചോദിക്കുക. നിങ്ങളെ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് എങ്ങനെയും നിങ്ങളുടെ ഫൈനൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം അവർ റെഫർ ചെയ്യുന്നുണ്ടാവാം, അല്ലാതെ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കില്ലല്ലോ. ഓക്കെ, ദെൻ പിന്നീട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഈ പാഠത്തിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാനും എന്തൊക്കെ അതിൽ പോസ്റ്റ് ചെയ്യാം, ഡ്രോയിങ്സ് ചെയ്യാൻ വരാം നമുക്ക് 4 മാർക്കിന്. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വരാം, പ്രോബ്ലം ആണ് 5 മാർക്കിന്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓൺ 2 മെത്തേഡ്സ്. നമുക്ക് ഏവറേജ് പീരീഡ് മെത്തേഡും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഏവറേജ് പീരീഡ് മെത്തേഡും അതുപോലെ നമുക്ക് പ്രോഡക്റ്റ് മെത്തേഡും ഉണ്ട്. ഇതിൽ ഏത് മെത്തേഡും നമുക്ക് 3 മാർക്കിന് വരെ ചോദിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൽ നമുക്ക് 2 മാർക്കിന് വരെ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്.
100% നമുക്ക് എന്തായാലും വരും എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ഈ 8 കാര്യങ്ങൾ പഠിച്ചാൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ്ലി നമുക്ക് കഴിഞ്ഞു. പിന്നെ അതിൽ ജേർണൽ എൻട്രീസ് ഒക്കെയാണ്. നിങ്ങൾക്ക് പ്രോബ്ലം അറിഞ്ഞാൽ തന്നെ ജേർണൽ എൻട്രീസ് നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മളിനി ഈ പ്രോബ്ലംസ് ഒക്കെ ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്യും കേട്ടോ. ചാപ്റ്റർ 2 അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഇത് നമുക്ക് ഫൈനൽ എക്സാമിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 14 മാർക്ക് മുതൽ 16 മാർക്ക് വരെയാണ്. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം ഏറ്റവും അധികം ഇമ്പോർട്ടൻസും ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള പാഠങ്ങളിൽ ഒന്നാണല്ലേ ഇത്. അപ്പോൾ ഇത് നമുക്ക് ഓണ പരീക്ഷയ്ക്ക് എങ്ങനെയും നല്ല ഇമ്പോർട്ടൻ്റ് തന്നെയാണല്ലോ. അപ്പോൾ 2 ചാപ്റ്ററും നിങ്ങൾക്ക് ഒന്നിനോടൊന്ന് വളരെയധികം പ്രാധാന്യപ്പെട്ടതാണ്. അപ്പോൾ അതിൽ ഇതേപോലെ തന്നെ ആദ്യം കുറച്ച് പ്രോബ്ലംസ് അല്ലാത്ത തിയറി ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇട്ടിരിക്കുന്നത്. അതായത് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് പാർട്ട്ണർഷിപ്പിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡ്സുകളാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. അത് നമുക്കൊരു 2 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ദെൻ 2 മാർക്കിന് അതർ ക്വസ്റ്റ്യൻ ആണ് 2 റൈറ്റ്സ് ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ അയാൾക്കുള്ള 2 റൈറ്റുകൾ ഏതൊക്കെയാണ്. ജേർണൽ എൻട്രീസ് നമുക്ക് 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട്. ഗുഡ് വില്ലും ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വാല്യൂ ഓഫ് ഗുഡ് വില്ല് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. സാക്രിഫൈസിങ് റേഷ്യോ എന്താണ് എന്നുള്ളത് പ്രോബ്ലം അല്ല. വാട്ട് യു മീൻ ബൈ സാക്രിഫൈസിങ് റേഷ്യോ, അതിൻ്റെ റേഷ്യോ ഏതാ, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ 2 മാർക്കിന് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും തിയറി ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് പഠിക്കാം. ദെൻ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രോബ്ലം വൈസ് പറയുകയാണ്, നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ഇത് പറയുകയാണെങ്കിൽ ആദ്യം കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ ഓൺ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും അതുപോലെ തന്നെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും ചോദിക്കാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇത് രണ്ടുമാണ്. ഇനി ഓണപ്പരീക്ഷയ്ക്ക് ക്യാപിറ്റലൈസേഷനും കൂടി ജസ്റ്റ് നോക്കി വയ്ക്കുക. ദെൻ റിവാലുവേഷൻ അക്കൗണ്ട് മാത്രമായിട്ട് 3 മാർക്കിന് ചോദിക്കാറുണ്ട്. ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ 3 മാർക്ക് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. പിന്നീട് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത് 8 മാർക്കിൻ്റെ ഒരു എസ്സേ പ്രോബ്ലം ആണ്. ഇത് ഫൈനൽ എക്സാം വരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഇതിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ടാവുക ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവും, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, ദെൻ റീവാലുവേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും, ദെൻ ബാലൻസ് ഷീറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് 3ഉം ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് 8 മാർക്ക്. കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വില്ല് 4 മാർക്കും 5 മാർക്കൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 2 പാഠം തന്നെ നല്ലപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അപ്പം തന്നെയാണ്. ഓക്കെ, അപ്പോൾ 2 സെക്ഷൻ സ്റ്റുഡൻസും പഠിക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ ഇനി വീഡിയോസ് ഇട്ട് തുടങ്ങും കേട്ടോ. ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിൽ നിന്ന് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇതിൽ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ് കമ്പോണൻസ് ഓഫ് CAS, സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, ടൈപ്സ് ഓഫ് കോഡുകൾ, അതിൻ്റെ വിത്ത് എക്സാമ്പിൾ പഠിക്കണേ. അതേപോലെ ഫംഗ്ഷൻസ് ലിബർ ഓഫീസ് ടൈം ഫംഗ്ഷനും ഡേറ്റ് ഫംഗ്ഷനും അരിത്തമെറ്റിക് ലോജിക് ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് പഠിച്ച് വെക്കുക വിത്ത് എക്സാമ്പിൾ. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ അതിൻ്റെ മെയിനായിട്ട് സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ച് വെക്കുക. ഏറ്റവും മെയിനായിട്ടുള്ളത് ലിബർ ഓഫീസ് കാൽക്കുലേറ്റ്. ഇത്രയും നിങ്ങൾ എന്തായാലും 2 ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വെക്കുക. 20 മാർക്കിനാണ്. ദെൻ AFS കുട്ടികൾക്ക് എഗെയിൻ നമുക്ക് 40 മാർക്കിൻ്റെ പേപ്പറോളം ക്വസ്റ്റ്യനോളം നമുക്ക് ഈ 2 പാഠത്തിൽ നിന്ന് നോക്കാം. ഇതിൽ ഒരുപാട് പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതിൽ എത്ര മാർക്ക് എന്ന് പറഞ്ഞാൽ 18 മാർക്കോളാണ് അതിൽ നിന്ന് വെയിറ്റേജ് ഉണ്ടാവാറ്. അതിൽ കമ്പനി ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ക്യാപിറ്റൽസ്, കുറച്ചധികം ജേർണൽ എൻട്രീസ്, അതായത് ഫോർഫീറ്റ്, റീഇഷ്യൂ, കോൾസിനറിയ, പ്രൊറാറ്റ, ഇതൊക്കെയാണ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ജേർണൽ എൻട്രീസ്. അത് 8 മാർക്കിലേക്ക് പോകാറുണ്ട്. 3 മാർക്കിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫോർഫീറ്റ് ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ ESOP എന്താണ്, ഇതൊക്കെ തിയറി ക്വസ്റ്റ്യൻ ആണ്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്താണ്, അതുപോലെ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്താണ്, ഇതൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഷെയർ നമ്മൾ ഡിഫറൻസ് നമുക്ക് 5 മാർക്കിന് ചോദിക്കും. ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ചോദിക്കാറുണ്ട്. റിഡംഷൻ്റെ ജേർണൽ എൻട്രീസ്, അതുപോലെ പർച്ചേസ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിന് പകരം നമ്മൾ അസറ്റുകൾ വാങ്ങിയിട്ട് നമ്മൾ ഷെയർ ഡിബഞ്ചറും കൊടുക്കും. അത് നമുക്കൊരു ജേർണൽ എൻട്രീസ് 4 മാർക്കിന് ചോദിക്കും. അപ്പോൾ അത്യാവശ്യം തിയറിയും അത്യാവശ്യം കുറച്ച് ജേർണൽസ്, അതായത് ഫസ്റ്റ് പാർട്ടിനേക്കാൾ AFS കുട്ടികൾക്ക് തിയറിയാണ് കൂടുതൽ പഠിക്കുക. കുറച്ച് ജേർണൽ എൻട്രീസ് മാത്രമല്ല അറിഞ്ഞാൽ മതി. കാൽക്കുലേഷൻസ് വളരെ കുറവാണ്.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടൻസി നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ട പോർഷൻസുകളും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ബേസിക് ആയ കാര്യങ്ങളും. ഇത് തന്നെയാണ് നമുക്ക് ഫൈനൽ എക്സാം വരെ ആവശ്യമുള്ളത്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടികളുണ്ടാവാം. അതായത് സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മിസ്, ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഈ ടോപ്പിക്കുകൾ കേൾക്കുന്ന കുട്ടികൾ ടെൻഷൻ ആവണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയും നിങ്ങൾക്ക് സമയം വൈകിട്ടൊന്നുമില്ല, ഇനിയെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്കുകൾ എന്താണെന്നൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക, അറിയാത്തവരുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുക, ടീച്ചേഴ്സിനോട് ചോദിക്കുക. നമ്മൾ ഇനി മുതൽ എല്ലാ അക്കൗണ്ടൻസി വീഡിയോസുകളും പ്രോബ്ലംസുകളും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അക്കൗണ്ടൻസി വളരെയധികം ബുദ്ധിമുട്ടാണ് പ്ലസ് വണ്ണിനെയൊക്കെ സംബന്ധിച്ച്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങളൊന്ന് പിടിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൈവിട്ട് പോകാൻ ചാൻസ് ഉള്ള സബ്ജക്റ്റാണ്. സോ എല്ലാവരും നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയി എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചെടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.